Hey guys, it's me Akhila and welcome back to my YouTube channel. അങ്ങനത്തെ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എല്ലാ വീഡിയോസും ഞാൻ ഈ സ്പെഷ്യൽ നല്ലേ മെൻഷൻ ചെയ്യുന്നതെന്ന്. എനിക്ക് മോസ്റ്റ്ലി സ്പെഷ്യൽ എന്ന് തോന്നുന്ന വീഡിയോസ് ആണ് കേട്ടോ ഞാൻ ഈ ലോങ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാറ്. അല്ലാത്ത ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഞാൻ കുറേ നാളായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നൊരു സംഭവമാണ് കേട്ടോ. ഇന്ന് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകുന്നത് വേറൊന്നുമല്ല, ഞാൻ നേരത്തെയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഈ ഒരു ബ്രൈഡൽ മേക്ക് ഓവർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ മേക്ക് ഓവർ ചെയ്തിട്ട് അതൊരു ഫോട്ടോ ഷൂട്ടായിട്ട് എന്ന് വെച്ചാൽ ഫോട്ടോസൊക്കെ എടുത്ത് ജസ്റ്റ് ആ ഒരു പരിപാടി ചെയ്യണമെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനിത് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവാണ്. അത് ഞാനായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുമല്ല, എനിക്ക് ഇങ്ങോട്ട് വന്നൊരു ഓഫറാണ് കേട്ടോ. അതാണ് എനിക്ക് ഇത്രയും ഹാപ്പിനെസ് എക്സൈറ്റ്മെൻറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഞാൻ വഴിയേ പറയാം. കുറച്ചധികം എക്സൈറ്റ്മെൻറ്റ് കൂടുതലാണ്, കാരണം ഞാൻ എനിക്ക് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നൊരു കാര്യമാണ്. ഇങ്ങോട്ട് ഓഫർ വന്നിട്ട് ഞാനിത് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അതിൽ നല്ല എക്സൈറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എന്തായാലും ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളുടെ മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ മേഘ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിയാണ് കേട്ടോ എന്നെ മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. കുഞ്ഞാവയുടെ ഫ്രണ്ടാണ്, ആ വഴിയാണ് കേട്ടോ എനിക്കിങ്ങനെ ഒരു ഓഫർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ദാ ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. ഈ ഡ്രസ്സാണ് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതാണ് സംഭവം എന്ന്. ഇത് കുഞ്ഞാവിടെ എൻഗേജ്മെൻറ്റ് ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു സംഭവം വന്നപ്പോൾ പെട്ടെന്ന് എനിക്ക് വേറെ ഒന്നും ഒപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതും പൊക്കിയെടുത്ത് ഞാനിങ്ങ് വരികയായിരുന്നു. അപ്പോൾ ഇവിടെ സമയം ഒട്ടും ഇല്ല, എന്നെ ഇവിടെ റെഡി ആവാൻ വേണ്ടിയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം 5 മണിക്ക് നമുക്ക് ഫോട്ടോഷൂട്ട് കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ഞാൻ ചെറുതായിട്ട് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. കമോൺ. അപ്പോൾ ഇതാണ് ഗൈസ് മേഘയാണ് എന്നെ മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് ത്രൂ ഔട്ട് ഈ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്താൽ ഞാൻ ഇതിൽ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് നമുക്കൊരു മുസ്ലിം ബ്രൈഡൽ എന്ന് വെച്ചാൽ ഒരു നോർത്ത് ഇന്ത്യൻ ലുക്കാണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ലുക്കിനെ കാണിച്ച് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഔട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ കുഞ്ഞാവെ എന്തായാലും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, കാരണം പുറത്ത് നല്ല മഴ ആയതുകൊണ്ട് അവൾ സ്കൂട്ടറിലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയ സമയത്ത് ഞാൻ വീഡിയോ ജസ്റ്റ് എടുത്ത് വെച്ചാണ്. എന്തായാലും നമുക്ക് മേക്ക് ഓവർ കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. അപ്പോൾ നമ്മുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓൾ പ്രോഡക്ട്സ് ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം നല്ല പ്രീമിയം ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ്. എനിക്ക് അധികം പരിചയമില്ലാത്ത മേഖലയാണ്. ആധികാരികമായി ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഒരു മേക്കപ്പ് പ്രോസസ്സ് ഉണ്ടല്ലോ, എക്സാക്ട്ലി അതിൻ്റെ ഒരു പ്രൊഫഷണൽ ടച്ച് ഉണ്ടായിരുന്നു. ഇത് ഞാൻ എടുത്ത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് മേക്ക് ഒരു ബിഗിനർ ആണ് കേട്ടോ. ഈ ഒരു ബിഗിനിങ് സ്റ്റേജിൽ ഇത്ര എക്സലൻ്റ് ആയിട്ട് ഒരു ഔട്ട്ലുക്കിൽ നമുക്ക് മേക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എക്സ്ട്രാ ഒരു ഓവർ ടാലൻറ്റഡ് ആൻഡ് സ്കിൽഡ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ അങ്ങനെ പറ്റത്തുള്ളൂ കേട്ടോ. അത് നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ പ്രോസസ്സ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എല്ലാം എക്സ്ട്രാ പെർഫെക്ഷനോട് കൂടിയാണ് കേട്ടോ പുള്ളിക്കാരി ചെയ്യുന്നത്. മാത്രമല്ല എടുത്തു പറയേണ്ട ഒരു മാറ്റർ എന്ന് പറയുന്നത് എൻ്റെ ഐ മേക്കപ്പ് ആണ് കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആളെ മാറ്റിക്കളയുന്ന ഒരു മേക്കപ്പ് ഉണ്ടല്ലോ, ആ ഒരു പ്രോസസ്സ് അല്ല, നമ്മുടെ ആക്ച്വൽ ഫേഷ്യൽ ഫീച്ചേഴ്സ് ഒക്കെ ബ്യൂട്ടിഫുള്ളി എൻഹാൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു മേക്കപ്പ് ആണ് കേട്ടോ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത്. മേക്കപ്പ് ചെയ്യാൻ വരുമ്പോൾ എൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഇച്ചിരി കുളമായാലും കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ആദ്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവില്ലേ എന്നുള്ള ഒരു ഇതായിരുന്നു. പക്ഷേ എന്നെ ഞെട്ടിച്ച് കളഞ്ഞൊരു സംഭവമായിരുന്നു കേട്ടോ ഇത്. കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു മേക്ക് ഓവർ ആയിരുന്നു കേട്ടോ എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഫൈനലി എൻ്റെ മൂക്കുമേൽ എന്തൊക്കെയോ താജ്മഹൽ പണിയുന്നുണ്ട്, പക്ഷെ സംഭവം സെറ്റായിരുന്നു കേട്ടോ. ഫൈനലി നമ്മുടെ ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ സെറ്റ് ആയിട്ടുണ്ട്. ഒരു നോർത്ത് ഇന്ത്യൻ ലുക്ക് ആയതുകൊണ്ട് തന്നെ മൂക്കുത്തി വെക്കുന്ന ഒരു പ്രോസസ്സ് ഇതിലുണ്ട് കേട്ടോ. അത് ചെറുതൊന്നും അല്ല, കുറച്ച് വലിയ മൂക്കുത്തിയാണ് വെക്കേണ്ടത്. 1-2 ട്രൈ ചെയ്ത് നോക്കി, അതിൽ നല്ല ബെറ്റർ ആണെന്ന് തോന്നി ഒരെണ്ണം ഞാൻ ചൂസ് ചെയ്ത് കേട്ടോ. അങ്ങനെ ഗൈസ് നമ്മുടെ മേക്കപ്പിന്റെ ഫൈനൽ സ്റ്റേജിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നെറ്റിച്ചുട്ടി വെക്കൽ പ്രോസസ്സാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഇത് കണ്ടപ്പോഴേ എനിക്ക് ചേരുവോ ഇല്ലയോ എന്ന് ചെറിയൊരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് സെറ്റ്
സെറ്റാക്കി വന്നപ്പോഴത്തേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ആ ഷോൾ ഇടുന്നതിന് മുമ്പുള്ള ആ ഒരു ലുക്കാണ് കേട്ടോ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. ഇതാണ് ഗൈസ് നമ്മളുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? നെക്സ്റ്റ് നമ്മുടെ ഫോട്ടോഗ്രാഫിക് സെക്ഷനാണ് വരുന്നത്. നമുക്കിനി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോകണം. ഫോട്ടോഗ്രാഫർ ചേട്ടൻ കുറേ നേരം കൂടി ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞതിൽ കുറച്ചധികം സമയം എടുത്ത് കേട്ടോ ഒരുങ്ങി തീരാൻ വേണ്ടിയിട്ട്. ഇവിടെ അടുത്ത് തന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു സ്പോട്ടിൽ നിന്നാണ് കേട്ടോ പറഞ്ഞത്. നമുക്ക് വേഗം അങ്ങോട്ടേക്ക് പോകണം. സോ ഗൈസ്, നമ്മുടെ മേക്ക് ഓവർ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ ലുക്കിൽ ഞാൻ റെഡി ആവുന്നത്. അതിൻ്റെ ഒരു ചെറിയ എക്സൈറ്റ്മെന്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇനി ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഫോട്ടോഗ്രാഫറിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് 5:30 ആയിട്ടുണ്ട്. ലൈറ്റ് പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ എന്താ പറയുക, ഇതാ കുഞ്ഞാവ് വന്നിട്ടുണ്ട്. കുഞ്ഞാവ മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് ലേറ്റായി എത്താൻ വേണ്ടിയിട്ട്, എങ്കിലും വന്ന് എനിക്ക് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു തന്നെ കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് നേരെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോകാം. പറ്റുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ക്ലിപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ക്ലോസ് ലുക്ക് ഒന്ന് കണ്ടോ. സോ ഗൈസ്, നമ്മളുടെ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇതൊരു ഇല്ലം കൈൻഡ് ഓഫ് പ്ലേസ് ആണ്. ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ട്രഡീഷണലി നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു ലൊക്കേഷൻ ആണെന്നാണ് കേട്ടോ ഫോട്ടോ ചേട്ടൻ പറഞ്ഞത്. വന്നപ്പോൾ കുറച്ച് ലേറ്റായി പോയതുകൊണ്ട് വന്ന ഉടനെ തന്നെ ഞങ്ങളുടെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മളുടെ ഫോട്ടോഗ്രാഫർ ചേട്ടൻ, മനു എന്നാണ് പേര്. ആക്ച്വലി പുള്ളിക്ക് ഇൻസ്റ്റയിൽ ഒരു പേജൊക്കെ ഉണ്ട് കേട്ടോ. മാൻസ് ഫ്രെയിം എന്നാണ് പേജിൻ്റെ പേര് വരുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയതേ ഉള്ളൂ ഗൈസ്. ഞെട്ടിപ്പോയി എന്ന് തന്നെ പറയാം. കാരണം അത്ര അടിപൊളി ഫോട്ടോസാണ് കേട്ടോ പുള്ളിക്കാരൻ എടുത്തങ്ങോട്ട് വെച്ചിരിക്കുന്നത്. ഞാനിതിലെടുത്ത് പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടെന്നൊന്നും തോന്നില്ല. അത്യാവശ്യം നല്ല റീച്ചുള്ള പേജാണ്. എന്നാലും ഞാൻ പ്രൊമോട്ട് ചെയ്തു എന്നുള്ള എൻ്റെ ഒരു മനസ്സുഖത്തിന് ഇതിവിടെ കിടക്കട്ടെ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ, പുള്ളിക്കാരൻ അത്യാവശ്യം ഫെമിലിയർ ആയിട്ടുള്ള ഒരാളാണ്. ഇത്ര ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫറെ വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് എനിക്ക് വരുന്ന ഒരു ഫോട്ടോഷൂട്ട് ചെയ്യാന്ന് പറയുന്നത് തന്നെ ഐ എം സോ ലക്കി. വേറൊന്നും എനിക്ക് പറയാനില്ല. അപ്പോൾ ഗൈസ്, ദാ ഇവിടെയാണ് കേട്ടോ നമ്മൾ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇത് ചെറിയൊരു ഇല്ലം പോലത്തെ ഒരു സംഭവമാണ്. ഇത് നമ്മുടെ എനിക്കൊന്ന് കായംകുളം റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്താണ് കേട്ടോ ഈ ഒരു ഇല്ലം വരുന്നത്. ഇവിടെയാണ് കുറച്ച് നല്ല അമേസിങ് ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കുറച്ച് നാളത്തെ ആഗ്രഹമാണ് ഗൈസ് ഇന്ന് സാധിച്ചിരിക്കുന്നത്. അതെന്തായാലും ഞാൻ നല്ല രീതിയിൽ മുതലാക്കി എടുത്തിട്ടുണ്ട്. എന്തായാലും ഇതൊരു സ്റ്റാർട്ടിങ് ആയിട്ട് തന്നെ ഞാൻ എടുക്കുകയാണ് കേട്ടോ, ദൈവം സഹായിച്ച്. അപ്പോൾ ഇനിയും ചിലപ്പോൾ ഞാൻ കയ്യിൽ നിന്ന് പൈസ ഇട്ടൊക്കെ ചെയ്യേണ്ടി വരുമായിരിക്കും. എന്നാലും ചെറിയ രീതിയിലുള്ള ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ബ്രൈഡാണ് കേട്ടോ. നോർത്ത് ഇന്ത്യൻ ബ്രൈഡായിട്ടാണ് നമ്മൾ മേക്ക് ഓവർ ചെയ്തിരിക്കുന്നത്. മേഘ ഇത് അടിപൊളിയായിട്ട് എനിക്ക് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഏറ്റവും ലാസ്റ്റ് എനിക്ക് തോന്നുന്നു എൻ്റെ കല്യാണത്തിനാണ് ലാസ്റ്റ് ഞാൻ ഈ മേക്കപ്പ്, ജീവിതത്തിൽ ആദ്യമായിട്ടേ ഞാൻ മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതെൻ്റെ മാരേജിനാണ്. നെക്സ്റ്റ് ഞാൻ ഇങ്ങനെയാണ് മേക്ക് ഓവർ ചെയ്ത് ഒരുങ്ങിയിരിക്കുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇങ്ങനെ പറയണോ എനിക്കറിയത്തില്ല. എന്തായാലും മേഘ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എൻ്റെ ഫേസ് അതിന് കറക്റ്റ് ആവുമെന്ന് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, സന്തോഷം. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.